അക്വേരിയസ് ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ചില സീക്രറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ പേഴ്സൺ എന്തോ മറച്ചു വെക്കുകയാണോ, അതല്ല വെച്ചാൽ എന്തോ അവർക്ക് പറയാനുള്ള പേടിയാണോ? നമ്മൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ മനസ്സിലുള്ള പേഴ്സൺ, അവരുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും എന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ് നിങ്ങളുടെ എന്താണ് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് എന്ന് നമ്മൾക്ക് നോക്കാം. ഇത് അക്വേരിയസ് സൺ സൈൻ, മൂൺ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എന്തെങ്കിലും വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം, ഇല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. ഞാൻ അവിടെ റെസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അക്വേരിയസ് ഞാനിവിടെ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ബിസി എനർജിയാണ്. ഓക്കെ, നിങ്ങൾ ബിസിയാണ് ജോലിയിൽ, ഓർ നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അങ്ങനെ സമയമൊന്നുമില്ല, കുറേ ഒരു ബിസി ടൈമാണ് നിങ്ങളുടെ കാണുന്നത്. പക്ഷെ ആക്ച്വലി ഇത്ര ബിസി ആയിട്ടും ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജിയിലൊരു ലോ സെൽഫ് കോൺഫിഡൻസ് മാതിരി. നിങ്ങൾ എവിടെയോ ഓവർ കോമ്പൻസേറ്റും ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ കുറേ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇത് ചിലപ്പോൾ ശരിയാവില്ല, ഈ പേഴ്സൺ എന്നെ വിട്ടു പോവും, എന്തോ ഒരു ലാക്ക്, ഒരു ഫീലിംഗ് ഉണ്ട്. എനിക്ക് വേണ്ട മാതിരി സെക്യൂരിറ്റി ഇല്ല, സ്റ്റെബിലിറ്റി ഇല്ല. ഇല്ലാച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അവിടെയും ഒരു സെക്യൂറായി ഫീൽ ചെയ്യില്ല. ഒരു റിജക്ഷൻ പോലെ ഒരു ഫീലിംഗ്, ഈ പേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് അത്ര ചെയ്യണില്ല, കെയർ ചെയ്യണില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗ് കാണുന്നുണ്ട്. ഇല്ലച്ചാൽ അവർ വേണച്ചാൽ ചിലപ്പോൾ നിങ്ങളെ റിജക്റ്റും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്തോ ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പ്രോബ്ലം മാതിരി ഒരു എനർജി ആവാം. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 9 ഓഫ് വാൻസ് ആണ് കാണുന്നത്. അപ്പോൾ അവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ കുറച്ച് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിരിക്കണു. എന്താ വെച്ചാൽ അവർ ഇപ്പോൾ ഷുവർ അല്ല എന്നുമല്ല, അവർ ഗിവ് അപ്പ് ചെയ്യില്ല, പക്ഷെ എന്തോ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. കിങ് ഓഫ് കപ്സ്, ഇതൊരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ പേഴ്സൺ ആവാം, ഇല്ല ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവാം. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. ഓക്കെ, ഇവിടെ അത് കാണുന്നുണ്ട്. ബട്ട് എവിടെയോ ഞാൻ കാണുന്നത് ഈ സിറ്റുവേഷനിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കിങ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ കറൻ്റ്ലി ഞാൻ കാണുന്നത് രണ്ട് സൈഡിൽ നിന്നും ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജി ഉണ്ട്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ കുറേ ആയി ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ട്, കുറേ ബേർഡൻസ് ഉണ്ട്, ബാഗേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് രണ്ടാൾക്കും ഇത് ഫിനിഷ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകണം എന്നുണ്ട്. ഇപ്പോൾ ഒരു ഹീലിംഗ് ഫേസ് ആണ് നടക്കുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, പക്ഷേ ഈ സെപ്പറേഷൻ ഉണ്ടായിട്ടും കുറച്ച് സമയം ആയിരിക്കണു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ സെപ്പറേഷൻ്റെ എൻഡ് വരെ എത്താറായിരിക്കണു. പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ ഞാനിവിടെ കാണുന്നത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ രണ്ടാളും കുറേ ശ്രമിച്ചു ഈ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ ശരിയാക്കാൻ, പക്ഷേ കുറേ ഒരു ചാലഞ്ചിങ് സമയമായിരുന്നു. ഇവിടെ റൊമാൻറ്റിക് എനർജി കാണുന്നുണ്ട്, ബട്ട് കുറേ സീക്രറ്റ്സിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് സോഡ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്യൂരിയസ് ആണ്, ഈ പേഴ്സണിൻ്റെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ട്. എന്താണ് ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് ഉള്ളത്, എന്താണ് ഇവരുടെ ലൈഫിൽ നടക്കണേ, വേറെ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. കുറേ സീക്രറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഈ സെപ്പറേഷൻ്റെ സമയത്ത് അവർ വേറെ ആരെയോ മീറ്റ് ചെയ്തോ, അതും നിങ്ങൾക്കൊരു സംശയമുണ്ട്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് സോഡ്സ് ആണ്. അവർ ട്രൈ ചെയ്തു മൂവ് ഓൺ ചെയ്യാൻ, പക്ഷേ അവർക്ക് പറ്റിയില്ല. അവർക്ക് എന്താ വേണ്ടതെന്നും അറിയാൻ പാടില്ല. എന്താ വെച്ചാൽ അവർ കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് എന്താ വേണ്ട അറിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ടേ, ഇത് ശരിയാവോ ഇല്ലേ, കുറേ കൺഫ്യൂസ്ഡ് ആണ് ഇവർ. എംപറർ എനർജി, അപ്പോൾ ഏരീസ് എനർജി ഇവിടെ കാണാണ്ട്.
അവർ കുറച്ചൊരു ഈഗോ ഇല്ല പേഴ്സണും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? പിന്നെ ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഇമോഷൻസ് കാണാനില്ല, അങ്ങനെ അത്ര അവർ ഇമോഷണൽ ആയിരിക്കില്ല. ഓക്കെ, ആസ് എ പേഴ്സണാലിറ്റി അവരുടെ അങ്ങനെ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ ഇൻറ്റൻഷൻ 7 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ല എന്താ ഉണ്ടാവുകയെന്ന്. ചില സമയത്ത് ഇത് ശരിയാവും എന്ന് തോന്നുന്നുണ്ടാവും, പിന്നെ ശരിയാവില്ല എന്ന് തോന്നുന്നുണ്ടാവും. ഏസ് ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 7 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവർ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ 7 ഓഫ് സോഡ്സ് ഒരു എസ്കേപ്പ് ചെയ്യണ എനർജിയാണ്. അവർ കൺഫ്രണ്ട് ചെയ്യണില്ല, കാര്യങ്ങൾ തുറന്ന് പറയണില്ല, ഫീലിങ്സ് ഒളിപ്പിച്ച് വെക്കണു, അങ്ങനെയും ആവാം. അല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടാവും. എന്താ വെച്ചാൽ ഇവിടെ ക്വീൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, ഫയർ സൈൻ ഉണ്ട് ഇവിടെ, ആൻഡ് ഇവിടെ ഒരു ബ്ലോക്കിംഗ് എനർജി ഉണ്ട്. അപ്പോൾ എന്തോ അവർ ബ്ലോക്ക് ചെയ്യാണ്. മേ ബി അവരുടെ ഫീലിങ്സ് ബ്ലോക്ക് ചെയ്യായിരിക്കും. അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ അത് ബ്ലോക്ക് ചെയ്യായിരിക്കും, കാര്യങ്ങൾ തുറന്ന് പറയണില്ല. അപ്പം നിങ്ങളുടെ ആക്ഷൻ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളിങ്ങനെ സ്ലോലി മുമ്പോട്ടേക്ക് പോകാൻ നോക്കണു. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഒരു ഒബ്സെഷൻ ആണ്. നിങ്ങൾക്ക് അറിയണം എന്താണ് ആക്ച്വലി നടക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ഒബ്സെസ്ഡ് ആവണു, അത് ഇവരെന്താണ് മറച്ചു വെക്കണേ, നിങ്ങൾക്ക് അത് അറിയണം എന്നുണ്ട്. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ, അവരൊന്നും ആക്ഷൻ എടുക്കാൻ പോകില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് ആക്ഷൻ എടുക്കണേ, നിങ്ങളാണ് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കണേ, നിങ്ങളാണ് അവരെ മെസ്സേജ് ചെയ്യണേ. ഈ പേഴ്സൺ കുറേ ഒരു സ്റ്റക്ക് പോലെ ഒരു എനർജിയിലാണ്. ആൻഡ് അതുമാത്രമല്ല, അവരുടെ സൈഡിൽ കുറേ ആൾക്കാർ കാണാനുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ അവരുടെ ഫാമിലി ആണോ ഫ്രണ്ട്സ് ആണോ പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി വേറെ ആൾക്കാർ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ അവരെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് കാണുന്നുണ്ട്, ഒരു പുതിയ തുടക്കം ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ അവരോട് ഡയറക്റ്റ്ലി കാര്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വരും. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് 3 ഓഫ് വാൻസ് കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജിയാണ്. 4 ഓഫ് കപ്സ് ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ബട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായാലും, ഇഷ്യൂസ് ഉണ്ടായാലും, ഇവിടെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. മേ ബി നിങ്ങൾക്ക് ആ ശരിയായ സമയമാകുമ്പോൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും. ഇല്ല വെച്ചാൽ ഈ പേഴ്സൺ തന്നെ ചിലപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയും. എന്തോ ഇവിടെ ഉണ്ട് മറച്ചു വെച്ചിരിക്കണു, അത് പക്ഷെ പുറത്ത് വരുമ്പോഴേക്കും ഞാൻ കാണുന്നത് ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് അത്ര ഒരു വലിയ കാര്യമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് പറയണത് എന്താ വെച്ചാൽ സെപ്പറേഷൻ, ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഇസ് ഓൺ ദ ഹൊറൈസൺ. അപ്പോൾ ഇവിടെ തന്നെ സെപ്പറേഷൻ കാണാണ്ട്, അത് യൂണിവേഴ്സും പറയുന്നുണ്ട്. ഈ സെപ്പറേഷൻ ഡെസ്റ്റിൻഡ് ആണ്. കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്, യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ പേഴ്സണെ. ബട്ട് ഞാൻ കാണുന്നത് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.